അടുത്തത് നോക്കൂ. ഇന്ത്യൻ ആണവ പരീക്ഷണ പദ്ധതികൾക്ക് തൻ്റേതായ സംഭാവനകൾ നൽകിയിരുന്ന വ്യക്തി ഈ അടുത്ത് അന്തരിച്ചു. ആണവ പരീക്ഷണങ്ങൾക്ക് തൻ്റേതായ സംഭാവനകൾ നൽകിയിരുന്ന വ്യക്തി ഈ അടുത്ത് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ ചിദംബരം. ഡോക്ടർ ചിദംബരം. ഇന്ത്യയുടെ പല ആണവ പരീക്ഷണങ്ങൾക്കും അദ്ദേഹം ഒരുപാട് സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട്. ഡോക്ടർ ചിദംബരം. ഓർത്തിരിക്കണേ പേര്, ഡോക്ടർ ചിദംബരം. അടുത്ത 82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ദി ബ്രൂട്ടലിസ്റ്റ് ആണ്. ദി ബ്രൂട്ടലിസ്റ്റ്. നമ്മൾ ഗോൾഡൻ ഗ്ലോബിൻ്റെ ജെ.സി. ഡാനിയൽ അവാർഡ് ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഉണ്ടെങ്കിൽ പറയും കേട്ടോ. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയണം. നമ്മൾ തുടക്കത്തിലായതുകൊണ്ട് ഒരുപാട് പോരായ്മകളുണ്ടെന്ന് അറിയാം, എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത് നോക്കൂ. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡൻ്റായി ചുമതലയേറ്റ മുൻ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനാണ് ബഹദൂർ സിംഗ് സാക്കു. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡൻ്റായി ചുമതലയേറ്റ മുൻ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ ബഹദൂർ സിംഗ് സാക്കു. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അടുത്തിടയ്ക്ക് ബ്രിക്സിൽ അംഗമായ രാജ്യം. അടുത്തിടയ്ക്ക് ജനുവരിയിലാണ് ഇന്തോനേഷ്യ ബ്രിക്സിൽ അംഗമാകുന്നത്. അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്തോനേഷ്യൻ രാജ്യവുമായിട്ട് കുറേ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കൈമാറുന്ന ഒരു പദ്ധതികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്തോനേഷ്യ മുഖ്യ അതിഥിയായിട്ട് വന്നത്. അപ്പം അതുകൊണ്ട് ഇന്തോനേഷ്യയെ സംബന്ധിച്ച് വരുന്ന ഏതൊരു കാര്യവും ഈ അടുത്ത പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത് ബ്രിക്സിൽ അംഗമായ രാജ്യം. ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം ഇന്തോനേഷ്യയാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു ബ്രിക്സിൽ അംഗമായ മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE ഈ 4 രാജ്യങ്ങൾ 2024 ബ്രിക്സിൽ അംഗത്വം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സൗദി അറേബ്യ അംഗത്വം പ്രഖ്യാപിച്ചെങ്കിലും അതിൽ അംഗത്വം പിന്നീട് അംഗമാകാൻ എന്നുള്ള രീതിയിൽ അത് ഡിലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ ഓർത്തിരിക്കുക. 2024 4 രാജ്യങ്ങൾ: എത്യോപ്യ, ഈജിപ്റ്റ്, ഇറാൻ, UAE. 2025 ജനുവരി ആയപ്പം ഇന്തോനേഷ്യയും കൂടെ അതിൽ അംഗമായിട്ടുണ്ട്. ഓർത്തിരിക്കുക. ഓക്കെ. അപ്പം അടുത്ത ചോദ്യം നോക്കൂ. 4 നൂറ്റാണ്ടിനു ശേഷം സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീടം നേടിയ ജില്ല തൃശ്ശൂരാണ്. 2024 കലോത്സവം നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. നമുക്കറിയാം 63ാമത്തെ കലോത്സവമായിരുന്നു നടന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം 63ാമത്തെ. അത് തൃശ്ശൂരാണ് ജേതാക്കളായത്. ഒരു 4 നൂറ്റാണ്ടിന് ശേഷമാണ് അങ്ങനെ ഒരു വിജയത്തിലേക്ക് വരുന്നത്. അടുത്ത സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തിയാണ് ഡോക്ടർ ബി അശോക്. ഡോക്ടർ ബി അശോക്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ബി അശോകാണ്. നമുക്കറിയാം ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പുതിയ പുതിയ പദ്ധതികൾ K-സ്മാർട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. K-സ്മാർട്ടിനെ കുറിച്ച് എന്താണ് K-സ്മാർട്ട് എന്നൊക്കെ. ഇതൊക്കെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വഴി നമുക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാം ഒറ്റ കുടക്കീഴിലാക്കിക്കൊണ്ട് നടത്തുന്ന പദ്ധതിയാണ് K-സ്മാർട്ടൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ തലപ്പത്തേക്ക് പുതിയ ഒരാളെയും കൂടെ അവർ നിയമിച്ചേക്കാണ് ബി അശോക്. ഓർത്തിരിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബി അശോക്. അടുത്ത് നോക്കൂ. 2025 ആഗോള ജാവലിൻ ത്രോ മത്സരത്തിന് വേദിയാകുന്നത്. 2025 ജാവലിൻ ത്രോ മത്സരത്തിന് വേദിയാക്കുന്നത് ഇന്ത്യയാണ്. ജാവലിൻ ത്രോ മത്സരത്തിന് ഇന്ത്യയാണ് 2025 വേദിയാകുന്നത്. ലബനൻ പ്രസിഡന്റായി ചുമതലയേറ്റ സൈനിക കമാൻഡറാണ് ജോസഫ് ഓൺ ആണ് ലബനൻ പ്രസിഡന്റായി ഈ അടുത്തിടയ്ക്ക് ചുമതലയേറ്റത്. ജോസഫ് ഓൺ എന്നോർത്തിരിക്കുക. നമുക്കറിയാം പലസ്തീനും ഇസ്രായേലും ആ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഒക്കെയാണ് ഈ ലബനനിലും
ഇതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത്, ലെബനനെയും കൂടെ ആക്രമിക്കുന്നത്. അപ്പം ആ ഒരു കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ലെബനൻ പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റത് ജോസഫ് ഓൺ ആണ്. ജോസഫ് ഓൺ. അടുത്ത് പ്രഥമ ഖോ ലോകകപ്പ് വേദി ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയമാണ് പ്രഥമ ഖോ ലോകകപ്പ് വേദിയായിട്ട് പ്രഖ്യാപിച്ചത്. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം പ്രഥമ ഖോ ആണെന്നും കൂടെ ഓർത്തിരിക്കാം. അടുത്ത് നോക്കൂ, 2025 ജനുവരി 9 അന്തരിച്ച പ്രശസ്ത ഭാവഗായകനാണ് പി ജയചന്ദ്രൻ. നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അദ്ദേഹത്തെക്കുറിച്ച് മാത്രമായിട്ടുള്ളത്. ഇത് ഓർത്തിരിക്കുക. 2025 ജനുവരി 9 പ്രശസ്ത പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചത്. അടുത്ത് നോക്കൂ, 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് വേദി 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് വേദി ഭുവനേശ്വർ. ഒഡീഷയിലെ ഭുവനേശ്വറിലായിരുന്നു 18ാമത്തെ. നമുക്കറിയാം പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നത് എന്നാണ്? ജനുവരി 9 ജനുവരി 9 നമുക്കറിയാം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ എല്ലാ വർഷവും ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഭാരതീയ ദിവസ് വേദി ഭുവനേശ്വറാണ്. അതിന് ഒരു തീമും കൂടെ ഉണ്ട്, അതും കൂടെ ഓർത്തിരിക്കണേ. വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നാണ് അതിൻ്റെ തീമായിട്ട് വന്നിരിക്കുന്നത്. വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. ഓക്കെ, ഭുവനേശ്വറാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. 18ാമത്തെ പ്രവാസി ഭാരതീയ ദിവസമാണ് കഴിഞ്ഞത്. അടുത്ത ചോദ്യം നോക്കൂ, പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ച സംസ്ഥാനത്തെ ബീച്ചുകളാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചും കണ്ണൂർ ജില്ലയിലെ ചാൽ ബീച്ചും. അപ്പം ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ, ഏത് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. അതാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാടും കണ്ണൂർ ജില്ലയിലെ ചാൽ ബീച്ചും. അടുത്തിടെ വിവാഹപ്രായം 21 നിന്ന് 18 കുറച്ച രാജ്യമാണ് UAE. UAE ആണ് വിവാഹപ്രായം 21 നിന്ന് 18 കുറച്ചത്. നമ്മളാണെങ്കിൽ 18 നിന്ന് 21 അല്ലേ? ഇത് 21 നിന്ന് 18 കുറച്ചിട്ടുണ്ട്. അടുത്ത ഈ വർഷത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരം ലഭിച്ചത് ജഗദീഷ് ശ്രീകുമാറിനാണ്. ജഗദീഷ് ശ്രീകുമാറിന് മറ്റ് പല അവാർഡുകളും ഈ വർഷം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത കറണ്ട് അഫെയറിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം. ഇത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരം ഓർത്തിരിക്കുക, ജഗദീഷ് ശ്രീകുമാറിന്. 17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ. 17ാമത്തെ ബഷീർ സാഹിത്യ പുരസ്കാരമാണ് PN ഗോപികൃഷ്ണന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ്? അദ്ദേഹം ഒരു കവിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരമാണ് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ഈ വർഷത്തെ വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് PN ഗോപികൃഷ്ണന് ലഭിച്ചത്. ഓക്കെ, അത് ഓർത്തിരിക്കണേ. കഴിഞ്ഞ വർഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഏതോ ഒരു അവാർഡിൽ ചോദിച്ചു, ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഇത്ര ഓർത്തിരിക്കുക. അപ്പം നമുക്ക് ഈ പറഞ്ഞത് ഇത്രയും നമുക്ക് ഒന്നുകൂടെ പറയാം, അവസാനം തൊട്ട് മേലോട്ട് പോകാം. 17ാമത്തെ ബഷീർ സാഹിത്യ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ. ഈ വർഷത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരം ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ ജഗദീഷ് ശ്രീകുമാറിനാണ്. ഉണ്ണികൃഷ്ണൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ജഗദീഷ് ശ്രീകുമാർ. അടുത്തിടെ വിവാഹപ്രായം 21 നിന്ന് 18 കുറച്ച രാജ്യം UAE. പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ച സംസ്ഥാനത്തെ ബീച്ചുകൾ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ച്, കണ്ണൂർ ജില്ലയിലെ ചാൽ ബീച്ച്.
18ാമത് പ്രവാസി ഭാരതീയ ദിവസ് വേദി എവിടെയായിരുന്നു? ഭുവനേശ്വർ. അതിൻ്റെ തീം എന്താണ്? വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. ഇത്രയും ഓർത്തിരിക്കുക. അടുത്തത് 2025 ജനുവരി 9 അന്തരിച്ച പ്രശസ്ത ഭാവഗായകനാണ് പി ജയചന്ദ്രൻ. പി ജയചന്ദ്രൻ ഓർത്തിരിക്കണേ. പ്രഥമ ഖോഖോ ലോകകപ്പ് വേദി ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം. ലബനൻ പ്രസിഡന്റായി ചുമതലയേറ്റ സൈനിക കമാൻഡറാണ് ജോസഫ് ഓൺ. ജോസഫ് ഓൺ. 2025 ആഗോള ജാവലിൻ ത്രോ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. തദ്ദേശ സ്വയംഭരണ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ഡോക്ടർ ബി അശോക്. ഡോക്ടർ ബി അശോക്. നമുക്കറിയാം അശോക് മേത്ത കമ്മിറ്റിയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പേരുകളല്ലേ. അപ്പോൾ അങ്ങനെ അശോക് മേത്ത കമ്മിറ്റി അത് ഓർത്ത് വെച്ചാലും മതി. ബി അശോക്. 1/4 നൂറ്റാണ്ടിനു ശേഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല തൃശ്ശൂർ. അടുത്തിടയ്ക്ക് ബ്രിക്സിൽ അംഗമായ രാജ്യം ഇന്തോനേഷ്യ. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ മുൻ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ ബഹദൂർ സിംഗ് സാക്കു. മുൻ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനാണെന്ന് കൂടെ ഓർത്തിരിക്കുക. 82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ദി ബ്രൂട്ടലിസ്റ്റ്. ദി ബ്രൂട്ടലിസ്റ്റ്. അത് മികച്ച നടൻ, മികച്ച സംവിധായകൻ, ഇതെല്ലാം ദി ബ്രൂട്ടലിസ്റ്റ് നിന്ന് ആ ഒരു ഫിലിമിന് തന്നെ. നമ്മൾ പറഞ്ഞത് ബ്രാഡി കോർബറ്റ്, ഇതെല്ലാം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ആണവ പരീക്ഷണ പദ്ധതികൾക്ക് തൻ്റെതായ സംഭാവനകൾ നൽകിയിരുന്ന വ്യക്തി ഈ അടുത്ത് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ചിദംബരം. ചിദംബരം. ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണൻ. ഈ വർഷത്തെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദി ബേപ്പൂർ. ബേപ്പൂർ. 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. സാജൻ പ്രകാശ് ഓർത്തിരിക്കാം. അടുത്ത പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുകയും വേർപെടുത്തുകയും ചെയ്യുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം. ആ ടെക്നോളജിയുടെ പേരാണിത് സ്പേഡക്സ്. സ്പേഡക്സ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ്. അത് ചൈന, റഷ്യ, അമേരിക്ക, അതിനുശേഷമാണ് ഇന്ത്യ വരുന്നത്. 2025 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പ്രമേയം സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ്. ഗോൾഡൻ ഇന്ത്യ, ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത്രയും ഓർത്തിരിക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കറണ്ട് അഫെയർസ് പഠിക്കാൻ നമുക്കറിയാം കോഡ് ചിലതിനൊക്കെ നമുക്ക് പറയാൻ പറ്റും, ചിലത് കോഡ് പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, അല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ കേട്ടാലും മതി. അങ്ങനെ നമുക്ക് കറണ്ട് അഫെയർസ് ബൈ ഹാർട്ട് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താങ്ക് യു.